സുഹൃത്തുക്കളെ, നമ്മുടെ തന്നെ ഒരു വണ്ടിയാണ്. ഇതാണ് BSAയുടെ മോണ്ട്ര. ഈ വാഹനം നമ്മൾ അപ്പോൾസറി ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ടെസ്റ്റ് വർക്കാണ് വണ്ടിയുടെ. അപ്പോൾസറി ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മൂലത്തകിട് അടിക്കാത്തതുകൊണ്ട് ഭയങ്കര ചുളിവ് കാരണം ആ മൂല കറക്റ്റ് ആകുന്നില്ല. പക്ഷേ ഈ വാഹനത്തിൽ ആർക്ക് വെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ബാറ്ററിയുടെ സർക്യൂട്ട് ഊരിയിട്ട് രണ്ടും നല്ല ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ആർക്ക് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ആ കണ്ട LK ബോൾട്ടുകൾ അഴിച്ച് നമ്മൾ ആർക്ക് വെൽഡ് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് ബാറ്ററിയുടെ വയർ അഴിച്ച് മാറ്റി ക്ലിയർ ചെയ്ത് വെച്ചതാണ് ആ കണ്ടത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ മൂലത്തകിട് അടിക്കാനുള്ള സെറ്റപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 18 ഗേജിൻ്റെ തകിടാണ് മേടിച്ചിരിക്കുന്നത്. 18 ഗേജിൻ്റെ ടാറ്റയുടെ തകിടാണ് മേടിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു അടിയുടെ 2 ഒറ്റ പീസാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ 2 മൂല മാത്രം വെക്കാൻ കണക്കാക്കിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് നമ്മുടെ കയ്യിൽ വേറെ പാച്ച് വർക്കിൻ്റെ മറ്റുള്ള ഉപകരണങ്ങളൊന്നുമില്ല പാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്ക്വയർ പൈപ്പും നമ്മുടെ ആട്ടുകല്ലിൻ്റെ ഒരു കല്ലുമാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആമറിനെ അടിച്ച് വളച്ചെടുക്കാൻ നേരത്ത് ഭയങ്കര തടമുഴ പോലെയൊക്കെ വീണ് ഭയങ്കര കച്ചറായി പോകും. ഇതാകുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ആ ലെവലിന് തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും അത്യാവശ്യം. അത് കാരണമാണ് ഈ സാധനം ഉപയോഗിച്ചത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇടിച്ച് നല്ല രീതിയിൽ വളച്ച് നല്ല ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതാണ് ഈ സീൻ കാണിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സീനാണിത്. ഇങ്ങനെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആമർ വെച്ചൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഈ ചൊറി പിടിച്ച കൂട്ടൊക്കെ ഇരിക്കും. ഇതാകുമ്പോൾ കുഴപ്പമില്ല, കൃത്യം ഷേപ്പിൽ നമുക്ക് കിട്ടും. ബാക്കി നമ്മൾ അളവെടുത്ത് ബോഡിയിലേക്ക് വെച്ച് അളവെടുത്ത് ആദ്യമേ ടേപ്പ് വെച്ച് അളവെടുത്തതിന് ശേഷമാണ് നമ്മളത് ഓരോ ഭാഗം കട്ട് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ബെൻഡ് ചെയ്തതിന് ശേഷം വെച്ച് അളവെടുത്തൊന്നും കൂടി ചരിവ് കാര്യങ്ങളൊക്കെ ബെൻഡൊക്കെ നോക്കി കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അളവൊക്കെ എടുത്ത് അത് കട്ട് ചെയ്ത് ബോഡിയിനോട് യോജിപ്പിച്ച് വെച്ച് മാക്സിമം നമ്മൾ കറക്റ്റ് ചെയ്ത് ചെയ്യണതാണ് ചെയ്യണത്. അപ്പോൾ ഒരു ഭാഗം നമ്മളിപ്പോൾ ചെറുതായിട്ട് കറക്റ്റ് ചെയ്ത് സ്പോട്ട് അടിച്ച് നിർത്തിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മൊത്തത്തിൽ നമ്മൾ സ്പോട്ട് അടിച്ചിരുന്നില്ല. അപ്പോൾ അകത്ത് ഭാഗങ്ങൾ അളവെടുത്ത് കട്ട് ചെയ്യണതാണ് നമ്മൾ. അപ്പോൾ ഇത് ബോഡിനോട്